അപ്പൊ ഫ്രണ്ട്സ്, അത് 2 വയസ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇന്ന് എവിടെയാണ് പോണേ? ഞങ്ങൾ സിനിമ കാണാൻ പോകുന്നു. പുഷ്പ സിനിമയുടെ, അതായത് ഇപ്പൊ എത്ര മണിയായി? 8:30. 10 മണിക്കാണ് ഷോ. രാത്രി 10 മണിക്ക്, രാവിലെ അല്ല, രാത്രിയാണ്. അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പൊ രാത്രി സിനിമ കാണാൻ പോകുന്നത് അല്ലേ. അപ്പൊ ഞങ്ങള് ഇന്നലെയാണ് പുഷ്പ സിനിമ റിലീസായത്. അപ്പൊ എന്തായാലും എങ്ങനെയാണെന്ന് ഞങ്ങൾ ഇനി പോയിട്ട് വന്ന് പറയാം. റിവ്യൂ ഒക്കെ റിവ്യൂ ഒക്കെ ഞങ്ങൾ പറയാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ രാത്രി പോയി അടിച്ച് കളിച്ചിട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ ഹസ്ബൻഡ് രാത്രി ബിസിനസ്സൊക്കെയാണ് എത്തത്തുള്ളൂ. അപ്പോൾ പിന്നെ ഇതിന് മുമ്പേ ഞങ്ങൾ സിനിമ റിലീസിന് മുമ്പേ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ് സിനിമ കാണണമെന്ന്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ചാനൽ ന്യൂ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. Akira va madre unare na sabe Mekani patti puvula mare sandare na sabe അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളിത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ എത്ര രാത്രി 9:15. കാളിദാസയിലാണ്. പിന്നെ ഇനി 10 മണിക്കാണ് ഷോ. അപ്പൊ അതിന് മുമ്പ് ഞങ്ങൾ ഒരു ഐസ്ക്രീം ഒക്കെ കുടിച്ചിട്ട് വരാം. അപ്പൊ നമ്മൾ ഐസ്ക്രീം ഒക്കെ കുടിച്ചിട്ട് വരാം. മൊട്ട പോലീസ്. അപ്പൊ ഫ്രണ്ട്സ്, സിനിമ തീർന്നു. ഇപ്പതേ സമയം രാത്രി 1:30 ആയിട്ടുണ്ട്. അല്ലേ സിദ്ധുന് ഉറക്കം പറഞ്ഞില്ലേ? അപ്പൊ ഞങ്ങളിത് പോകാൻ പോവുകയാണ്. വെറുതെ ഫ്രണ്ട്സ്, സൂപ്പർ സിനിമ. അയ്യേ, ഒട്ടും കൊള്ളൂല. അയ്യേ, നമുക്ക് ഇഷ്ടപ്പെട്ടു. അയ്യേ, വെറുതെ ഉറക്കം കളഞ്ഞല്ലോ. അയ്യോ. ഇപ്പോൾ രാവിലെ 9:30 കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെ സിനിമ കണ്ടു വന്നിട്ട് രാത്രി 1:30-2 മണിയൊക്കെ എത്തിയപ്പോൾ. അപ്പോൾ ആദ്യം ചിത്തു ഇതുവരെ ഉറക്കം എണീച്ചിട്ടില്ല. രണ്ടുപേരും നല്ല ഉറക്കത്തിന്. ഞാൻ ജസ്റ്റ് ഒന്ന് പോയി വിളിച്ചു നോക്കട്ടെ. ഇപ്പോൾ ഫ്രണ്ട്സ് കണ്ടില്ലേ, രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ സ്കൂൾ അവധിയായതുകൊണ്ട് ഞാൻ രണ്ടുപേരും പാവം കരുതി ഉണർത്തിയില്ല. നന്നായിട്ട് ഉറങ്ങും. കുറച്ചുകൂടെ ഒന്ന് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും അവർക്ക്
രാത്രി സിനിമ കാണാൻ പോകണം എന്നുള്ളത് അവരുടെ ആഗ്രഹമായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു, രണ്ടുപേരും എൻജോയ് ചെയ്തു, ഞങ്ങൾ എൻജോയ് ചെയ്തു. അപ്പോൾ സിനിമയെ പറ്റിയുള്ള അഭിപ്രായം എന്തായാലും അവർ രണ്ടുപേരും എണീച്ച് വന്നിട്ട് നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മള് പുഷ്പ സിനിമ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. കുഴപ്പമില്ല, എന്നാലും നമ്മളെ അമ്മയ്ക്ക് അച്ഛനൊന്നും ഇഷ്ടപ്പെട്ടില്ല അധികം. പക്ഷെ നമുക്ക് കുഴപ്പമില്ല, എന്നാലും ചെറിയൊരു ഓവറായി പോയെന്നാണ് പറയാനുള്ളത് ഫ്രണ്ട്സ്. അത് തന്നെ, കോസ്റ്റ്യൂംസ് ഒക്കെ ഓവറായി പോയി പുഷ്പയുടെ, സത്യം പറയും. പിന്നെ ആദ്യം നിങ്ങൾ ഇത് സിനിമ കണ്ടിട്ട് വേണം ഇത് കാണാൻ, അല്ലെങ്കിൽ സ്പോയിലർ സിനിമ കണ്ടിട്ടേ കാണാവൂ. ഫ്രണ്ട്സ്, നമ്മള് വിചാരിച്ചത് ഫഹദ് ഫാസിൽ ഹീറോ ആയിരിക്കും, സെറ്റ് ആയിരിക്കും. സത്യം പറഞ്ഞ കോമാളിയാക്കി. കാരണം ട്രെയിലർ, പുഷ്പയുടെ ട്രെയിലർ കണ്ടവർക്കൊക്കെ അറിയാം ഈ ഫഹദ് ഫാസിലിന്റെ സെറ്റ് നല്ലൊരു ഇൻട്രോ ഉണ്ടായിരുന്നു. പക്ഷെ ഈ പുഷ്പ സിനിമയില് അങ്ങനെ നല്ല ഇൻട്രോ ഇല്ലായിരുന്നു. പുഷ്പയും ഫഹദ് ഫാസിലും കൂടെ അടി കൂടും, അങ്ങനെ ഇങ്ങനെ കാണുന്നു. പക്ഷെ ഈ സിനിമ 3.5 മണിക്കൂർ. നമ്മള് രാത്രിയാണ് 10 മണിക്കാണ് പോയത് കാണാൻ. പിന്നെയാണെങ്കിൽ തീരുന്നത് 1:30. സമയമുള്ള സിനിമ, അല്ലെങ്കിൽ എപ്പ തീരാനുള്ള 12:30. നല്ല സിനിമയ്ക്ക് പെട്ടെന്ന് തീരും, കുറെ സമയമുണ്ട് കാണാൻ. ഇതും ആക്ടിങ് പറയാനാണെങ്കിൽ, സിനിമയുടെ ആക്ടിങ് ആണെങ്കിൽ പുഷ്പ കുഴപ്പമില്ല, ചെറിയ ഓവറാണ്, ചെറിയ ഓവർ. പക്ഷെ പുഷ്പ ദ റൂളല്ല, ഫസ്റ്റ് പുഷ്പ ദ റൈസ് അത് കൊള്ളായിരുന്നു ഫ്രണ്ട്സ്. അത് നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത് കണ്ടിട്ടാണ് ഇത് സെക്കൻഡ് സിനിമ കാണാൻ പോയത്, സെക്കൻഡ് പാർട്ട്. ഇത് പോരാ, ഇനി തേർഡ് റാംപേജ് ആണ്, പുഷ്പ 3 റാംപേജ്. സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റും കൂടെ ചെയ്യുന്നത് ഫ്രണ്ട്സ്. പിന്നെ ഫ്രണ്ട്സ്, വേറൊരു കാര്യം, ഈ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ ജപ്പാനിൽ ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു. അത് സത്യം പറയാൻ നമുക്കൊന്നും മനസ്സിലായില്ല. ഫൈറ്റ് എന്തിനാണെന്തോ ഈ അല്ലു അർജുൻ ഇല്ലേ പുഷ്പ, ഇയാളെ ഇൻട്രോ കാണിക്കാൻ ഫൈറ്റ് നടത്തി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ബാക്കി അങ്ങോട്ടൊന്നും കണ്ടിന്യൂഷൻ കിട്ടിയില്ല നമുക്ക്. ആ സീൻ കഴിഞ്ഞിട്ടാണെങ്കിൽ പെട്ടെന്ന് പുഷ്പ തന്നെ നാട്ടില് നിൽക്കണം എന്തോ ഒരു സീനാണ് കാണിച്ചത്. കണ്ടിന്യൂഷൻ പോയി അവിടെ തന്നെ. അതെന്തിനാന്താ കാണിച്ചെന്ന് പോലും അറിഞ്ഞു. അത് പോയിരുന്നെങ്കിൽ കുറച്ച് സമയം കുറയായിരുന്നു സിനിമ. നമ്മള് തിയേറ്ററിൽ നിന്നപ്പോ അവിടത്തെ എല്ലാരും കൂവി കളിയാക്കി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കി കൂവി. പിന്നെ ഇതില് കണ്ടിന്യൂസ് ആയിട്ട് 2-3 ഡാൻസ് വീഡിയോ ഒക്കെ ഉണ്ട്. കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ ഒരു ഡാൻസ് തീരുമ്പോ തന്നെ അടുത്ത ഡാൻസ് സ്പീഡില്. ഫ്രണ്ട്സ്, ലാസ്റ്റ് ഒരു പുഷ്പയുടെ ഒരു ഫൈറ്റ് സീൻ ഉണ്ടായിരുന്നു. പുഷ്പയുടെ കൈയും കാലും കെട്ടിയിട്ട്. പക്ഷെ അതിലാണെങ്കിൽ പുഷ്പയാണെങ്കിൽ കൈയും കാലും കെട്ടിയിട്ട് പുഷ്പ പറക്കായിരുന്നു ആ സമയത്ത്. അതൊക്കെ എങ്ങനെ എന്തോ ഇങ്ങനെ കൈയും കാലും കെട്ടിയിട്ടാണെങ്കിൽ ഇങ്ങനെ ചാടി അത് റിയലൊന്നും ഇല്ല. ഓ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത്രേ ഉള്ളൂ, റിവ്യൂ ഇത്രേ ഉള്ളൂ ഫ്രണ്ട്സ്. പിന്നെ വേറൊന്നും പറയാനില്ല. നിങ്ങൾക്ക് വല്ല റിവ്യൂലോ വല്ലതും പറയാനുണ്ടെങ്കിൽ, അഭിപ്രായം സിനിമയുടെയോ നമ്മളെ വീഡിയോയുടെയോ അഭിപ്രായം പറയാനുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ന്യൂ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. ഫയർ కదా వైల్డ్ ఫైర్